ഹലോ എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ല ഒരു ദിവസം, സമാധാനം, സന്തോഷം, അതുപോലെ തന്നെ എല്ലാ അനുഗ്രഹങ്ങളും ഉള്ളതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഞാൻ ബൈബിളിൽ നിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന വാക്യം പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യമാണ്. അത് മോശ യഹോവയോട് അതിന് മുമ്പ് ഒരു കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. അതായത്, ദൈവം ഭർത്താവ് മുമ്പേ എനിക്ക് വലിയ വാക്ക് സാമർഥ്യമൊന്നുമുള്ള മനുഷ്യനല്ല, ഞാൻ വിക്കനാണ്, തടിച്ച നാവുള്ളവനാണ്, എന്നെ നീ ഈ വേലയ്ക്ക് അയക്കല്ലേ, എന്നെ വിട്ടേക്കണം, നീ വേറെ ആരെങ്കിലും നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് മിസ്രൈമിലേക്ക് പോകുന്ന കാര്യം യഹോവയായ ദൈവം മോശയോട് ഫറവോൻ്റെ അടുത്ത് പോയിട്ട് ഈ ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്ന കാര്യത്തിന് വേണ്ടി ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ തൻ്റെ ബലഹീനതയൊക്കെ ഏറ്റു പറഞ്ഞ് ആ ഭാഗത്തു നിന്ന് രക്ഷപ്പെടാനായിട്ട് ദൈവസന്നിധിയിൽ തൻ്റെ ബലഹീനതയെ പറയുന്ന ഒരു സാഹചര്യത്തിലാണ് 12-ാം വാക്യത്തിൽ കർത്താവ് അതിന് ഉത്തരമായിട്ട് 11-12 പറയുന്നത്. അപ്പോൾ അതിന് യഹോവ അവനോട്, അതായത് മോശയോട് പറയുകയാണ്, മനുഷ്യന് വായ് കൊടുത്തത് ആര്? അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആര്? യഹോവയായ ഞാനല്ലയോ? ആകയാൽ നീ ചെല്ലുക, ഞാൻ നിൻ്റെ വായോടുകൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും എന്ന് അരുളി ചെയ്തു. അപ്പോഴും അവൻ്റെ ആ ഒരു ഇത് മനസ്സിലുള്ള ഭയവും ഇതൊന്നും അത്രയും മാറിയിട്ടില്ല. അപ്പോൾ എന്നാൽ കർത്താവെ, നിനക്ക് ബോധിച്ച മറ്റാരെങ്കിലും അയക്കണേന്ന് വീണ്ടും പറയുക. അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ മേലെ ജ്വലിച്ചു. അവൻ അരുളിച്ചത്, ലേവ്യനായ അഹരോൻ നിൻ്റെ സഹോദരൻ അല്ലയോ? അവന് നല്ലവണ്ണം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു. അവൻ നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും. നീ അവനോട് സംസാരിച്ച് അവന് വാക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ നിൻ്റെ വായോടും അവൻ്റെ വായോടും കൂടിയിരിക്കും. നിങ്ങൾ തരുന്നത് ഉപദേശിച്ച് തരും. നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും. അവൻ നിനക്ക് വായായിരിക്കും, നീ അവന് ദൈവവുമായിരിക്കും. അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടിയും നിൻ്റെ കയ്യിൽ എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞു. ഒരു ഉത്തരവാദിത്വത്തിൽ നിന്നും ഊരി മാറാൻ നോക്കിയ മോശയെ ദൈവം വിടുന്ന ലക്ഷണമൊന്നുമില്ല, നമുക്ക് കാണാമല്ലോ. അപ്പോൾ മോശയുടെ സഹോദരന്, എൽഡർ ബ്രദറാണ്, ആ സഹോദരനെ അഹരോനാണ് ആദ്യത്തെ പുരോഹിതൻ. നമുക്കറിയാം, അതൊക്കെ പിന്നീടാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ അവസരത്തിൽ ദൈവം അവൻ്റെ വാക്ചൗധര്യത്തിൽ അവന് നല്ലോണം സംസാരിക്കാൻ അറിയാം. അപ്പോൾ അവനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് മോശ പറയുന്നത് അവൻ ജനത്തോട് സംസാരിക്കുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കൊടുത്തു. അങ്ങനെ ദൈവത്തിൻ്റെ ദൗത്യം നിറവേറ്റാനായിട്ട് അവർ രണ്ടുപേരും മിസ്രൈമിലേക്ക് പോകുന്നു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ദൈവം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനുണ്ട്. അതായത്, മനുഷ്യന് വായ നിർമ്മിച്ചവൻ ആരെന്ന്. വായ നിർമ്മിച്ചവൻ ആരെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ടത് മനസ്സിലാക്കിയത് നല്ലതാണ്. യഹോവയായ ഞാനല്ലയോ എന്ന് ചോദിക്കുന്ന ദൈവം, അതുപോലെ തന്നെ മനുഷ്യന് വായ് കൊടുത്തത് ആര്? അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആര്? യഹോവയായ ഞാനല്ലയോ എന്ന് ദൈവം നമ്മളോട് പറയുകയാണ്. ഇതിന് ഇന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. വചനത്തിനൊരിക്കലും അതിൻ്റെ പുള്ളിക്ക് മാറ്റം വരില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഒരു മനുഷ്യനെ ഊമനായിട്ട് സൃഷ്ടിക്കുന്നതും കാഴ്ചയില്ലാത്തവനായിട്ട് സൃഷ്ടിക്കുന്നതും. അതുപോലെ തന്നെ നമ്മൾക്ക് കാഴ്ച കിട്ടിയതും നമുക്ക് സംസാരിക്കാനുള്ള ശേഷി കിട്ടിയതും ഇതൊക്കെയും ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. നമ്മളുടെ ആരുടെയോ അല്ലെ നമ്മുടെ മാതാപിതാക്കളുടെയോ വലിയ കഴിവ് കൊണ്ടോ അതൊന്നും ഉണ്ടല്ല. നമ്മളൊക്കെയും ഈ ഭൂമിയിൽ അംഗവൈകല്യം ഇല്ലാതെയും നമുക്ക് അധികം ബലഹീനത ഉള്ളതൊന്നും ഇല്ലാതെയും നമ്മൾ ജീവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ജനിച്ചത്. നമുക്കറിയാം, ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവായതിന് മുമ്പേ മുതലേ ദൈവം നമ്മളെ കാണുന്നുണ്ട്. ഉരുവായി കഴിഞ്ഞും ഒരു എക്സ്റ്റേണലായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഉള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഒരു മനുഷ്യ കുഞ്ഞിന് ആവശ്യമായ എല്ലാ ഡെവലപ്മെൻറ്റ്സും എല്ലാം വന്നിട്ട് ദൈവമാണ് അവൻ്റെ ദൃഷ്ടി വെച്ച് ഓരോന്നും ഡെവലപ്പ് ചെയ്ത് ഓരോ സ്റ്റേജിലും ഡെവലപ്പായി നമുക്ക് ദൈവം ദാനമായി നമ്മളുടെ ജീവനെ തരുന്നു, നമ്മളുടെ ശരീരത്തെ തരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള ദിവസങ്ങളെയും കഴിവുകളെയും എല്ലാം ദൈവം നമുക്ക് ദാനമായി തന്നതാണ്. അതിന് നമുക്കവന് നന്ദിയും സ്തോത്രവും കരയറ്റാം. എന്നാൽ ഈ സൗകര്യങ്ങളൊന്നും ലഭിക്കാതെ പോയ ജനങ്ങളെ നമ്മൾ ഓർക്കണം. അവർ വന്നിട്ട്, അവർക്ക് കുരുടന്മാരുണ്ട്,
ഊമന്മാരുണ്ട്, അതുപോലെ തന്നെ ശരിക്കും സംസാരിക്കാൻ കഴിയാത്തവരുണ്ട്. അതൊക്കെയും വന്നിട്ട് അതും ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെയാണ്. അല്ലാതെ നമ്മളാരെയും നമുക്ക് പരാതി പറയാനോ അല്ലെ എൻ്റെ കഴിവ് കുറവിനെക്കുറിച്ച് നമ്മൾ വിമർശിക്കുകയോ അല്ലെ കഴിവുള്ളവനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഇത് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം ദൈവം ഇവിടെ പറയുന്നു, ഇതൊക്കെയും സൃഷ്ടിച്ചവൻ ഞാനല്ലയോ എന്ന് പറയുന്നു. കഴിവില്ലാത്തവനോട് കൂടെ ദൈവം ഇരിക്കുന്നു, വായില്ലാത്തവനോട് കൂടെ വായെ കൊടുക്കുന്നവൻ ഞാൻ തന്നെ എന്ന് പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ കുരുടനെയും അവൻ വഴി കാണിച്ച് വഴി നടത്തും എന്നുള്ളത് നമുക്കറിയാം. അതിന് വചനത്തിലൊക്കെയും റെഫറൻസസ് ഉണ്ട്. പുതിയ നിയമം നമ്മൾ വായിക്കുമ്പോൾ അവിടെയും പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് പറയുമെന്ന് ആലോചിച്ച് ഭയപ്പെടേണ്ട. ഒരു അധികാരിയുടെ മുമ്പിലോ അല്ലെങ്കിൽ നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയുമെന്ന് നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യമില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടി നിങ്ങളുടെ നാവിന്മേൽ എന്ത് പറയണമെന്നുള്ള ആലോചന പറഞ്ഞു തന്ന് വാക്കുകളെ തരുമെന്ന് പുതിയ നിയമത്തിൽ നമുക്ക് വാഗ്ദത്തമുണ്ട്. അപ്പോഴേ നമ്മുടെ ജീവിതം ഏറ്റവും സ്ട്രെസ് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു കാര്യമാണിത്. നമ്മൾ എന്ത് ചെയ്യും അല്ലെ എന്ത് പറയുമെന്ന് ആലോചിക്കുന്ന കഴിഞ്ഞും പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ട ഗൈഡൻസ് തരും. ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്തുകൊണ്ട് എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അധികം ആകുലപ്പെടാതെ ജീവിച്ചാൽ മതിയെന്നുള്ളൊരു തീരുമാനം എടുക്കുവാനുള്ള കൃപ നമുക്കുണ്ടാകണം. അതിനായി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മുടെ കഴിവുകളെ നമുക്ക് ദൈവം മുമ്പിൽ സമർപ്പിക്കാം. ഇല്ലാത്ത കഴിവുകളെ അത് വേണ്ട വിധത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്തുവാനായിട്ട്, നമുക്കുള്ള കഴിവുകളെ നല്ലതായിട്ട് പ്രയോജനപ്പെടുത്തുമ്പോഴാണ് കർത്താവ് നമുക്ക് വേറെയും ഗിഫ്റ്റൊക്കെയും തരുന്നത്. ആ താലന്തുകളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഒരു കഴിവും കൊടുക്കാത്ത ഒരു മനുഷ്യരും കാണത്തില്ലെന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരുടെ ഒക്കെയും ജീവചരിത്രമൊക്കെയും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ അതൊന്നും പറയാനുള്ള സമയമില്ല. ഇത് നമ്മൾ ഏജ് ഡിഫറൻസ് ഇല്ലാതെ നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെക്കുറിച്ച് നമുക്കൊരു അവയർനെസ് ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ സമയത്തെക്കുറിച്ച്, നമ്മളുടെ ചിന്താഗതികളെക്കുറിച്ച്, അതായത് നമ്മൾ സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്കുള്ള കാര്യങ്ങൾ ഉള്ള പോലെ പ്ലാൻ ചെയ്ത് ജീവിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും എന്നുള്ള വിശ്വാസത്തിൽ നമ്മളുടെ ജീവിതം കൊണ്ടുപോകണം. നമുക്ക് സുരക്ഷിതമായിട്ടും സമാധാനമായിട്ടും സന്തോഷമായിട്ടും നമ്മുടെ ലൈഫ് ലീഡ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. അപകടങ്ങളിൽ പെടാതെ അതായത് ഒക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. സകലതും ദൈവനാമത്തിനായി സമർപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആശംസിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ടു ഓൾ. ബൈ. ടേക്ക് കെയർ. ബൈ.